ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇസ്രായേലിന്റെ മരുഭൂമിയിലൂടെയുള്ള യാത്ര സീനായ് മലയിൽ വരെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഓരോ വഴികളിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വിശ്വാസത്തിന്റെ പരിച ധരിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. സ്നേഹത്തിന്റെ പടത്തൊപ്പി അണിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാം. സുവിശേഷത്തിന്റെ പാദരക്ഷകൾ അണിഞ്ഞുകൊണ്ട് ആത്മാവിന്റെ വാളെടുത്തുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ തോൽപ്പിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന സുവിശേഷവും കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുടെ അനുഭവമൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സംഖ്യയുടെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തോടുകൂടിയാണ് ഇസ്രായേലിൻ്റെ മതജീവിതത്തിലെ യാത്രയുടെ 2-ാമത്തെ ഫേസ് ആരംഭിക്കുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം വരെ. പെട്ടെന്ന് നിങ്ങൾ ചിന്തിച്ച് എന്തിനാണ് പെട്ടെന്ന് 19-ാമത് സംഖ്യയുടെ പുറപ്പാടിൻ്റെ പുസ്തകം 19 കഴിഞ്ഞ ഉടനെ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് പോകുന്നത്? ഞാൻ അതിനു മുമ്പായിട്ട് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒരു സെക്ഷൻ തീർക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ യാത്ര, ഗോഷൻ എന്ന് പറയുന്ന ഈജിപ്തിൽ തുടങ്ങി സീനായ് മലയിൽ വരെ എത്തി നിൽക്കുന്ന യാത്ര, അതിനുശേഷം സീനായ് മലയിൽ നിന്നുള്ള യാത്ര. ആ സീനായ് മലയുടെ ചുറ്റളവിൽ എന്ന് പറയുന്നത് അവിടെയുള്ള ആ ഭാഗത്ത് 11 മാസം അവർ താമസിച്ചെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ധാരാളം സംഭവങ്ങളും അതുപോലെ തന്നെ ധാരാളം ദൈവാവിഷ്കരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഉണ്ടായത് കർത്താവിൻ്റെ കൽപ്പനകൾ കൊടുക്കുന്നത്, ലേവ്യരുടെ പുസ്തകത്തിനെ കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ, ഇതെല്ലാം ആ ഭാഗത്താണ്, സീനായ് മലയുടെ അടിവാരത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് ഇതൊരു പ്രത്യേക സെക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തെ ഈ സീനായ് മലയിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പിന്നീട് പ്രതിപാദിക്കാം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് സംഖ്യയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം മുതലാണ്. പ്രത്യേകിച്ച് കൃത്യമായി പറഞ്ഞാൽ 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. അതിനു മുൻപായി നമ്മൾ നോക്കുന്നത് 1-2 പ്രധാനപ്പെട്ട ചിന്തകളാണ്. ഈ യാത്രയ്ക്കായി സീനായ് മലയുടെ അടിവാരത്തു നിന്നുള്ള യാത്രയ്ക്കായി ഇസ്രായേൽ ജനം ഒരുങ്ങുന്ന രംഗമാണ് 9-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ ഒരുക്കത്തിന്റെ പ്രത്യേകത? ഒരുക്കം നടക്കുന്നത് ഒരു പെസഹ ആചരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്: ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 1-ാം മാസം സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആഘോഷിക്കണം. നീസാൻ മാസം 14-ാം തീയതി ഇസ്രായേൽ ജനം പെസഹ ആഘോഷിക്കുന്നു. ആ പെസഹയുടെ ആഘോഷത്തിൻ്റെ വ്യാപ്തിയും അതുകൊണ്ട് അതിൻ്റെ ദൈവശാസ്ത്രവും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവത്തിന് കൊടുക്കുന്ന നന്ദിയുടെ സൂചനയായിട്ടാണ് ഈ പെസഹ തിരുനാൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞാടിനെ കൊല്ലുന്നത്. അതും ഈ നീസാൻ മാസം 14-ാം തീയതി ആയിരുന്നു. അങ്ങനെ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പോകാനുള്ള പ്രവേശനത്തിൻ്റെ കവാടമായിട്ടാണ് പെസഹ തിരുനാൾ ആചരിച്ചിരുന്നത്. ഇനി 9-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അവർ 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം സീനായ് മരുഭൂമിയിൽ വെച്ച് പെസഹ ആഘോഷിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിച്ചു. ശവശരീരം സ്പർശിച്ച് അശുദ്ധരായതുകൊണ്ട് ആ ദിവസം പെസഹ ആചരിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു. മോശയോടും അഹ്റോനോടും അടുത്തു എന്ന് പറഞ്ഞു, ഞങ്ങൾ മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായി. എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെ മറ്റാളുകളോട് ചേർന്ന് കർത്താവിന് കാഴ്ച സമർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് മാറി നിന്നു. ശുദ്ധമായ രീതിയിൽ മാത്രമേ പെസഹ ഭക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സങ്കല്പം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ശവശരീരത്തെ സ്പർശിച്ചുകൊണ്ട് അവർ അശുദ്ധരാകുന്നത്? ഇസ്രായേലിൻ്റെ യാത്രയിൽ, മരുഭൂമിയിലൂടെ യാത്രയിൽ ധാരാളം ആളുകൾ മരിച്ചു വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
അങ്ങനെയുള്ള ആളുകളെ അടക്കം ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ മൃതശരീരത്തെ സ്പർശിച്ച് അശുദ്ധരാകുന്നത്. പിന്നീട് പറയുന്ന ഭാഗം വാഗ്ദാന പേടകത്തെക്കുറിച്ചാണ്. 9-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും അതുപോലെ തന്നെ 10-ാം അധ്യായം 23 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലും ഈ വാഗ്ദാന പേടകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 9-ാം അധ്യായം 15 മുതൽ 23 വരെയും അതുപോലെ തന്നെ 10-ാം അധ്യായം 23 മുതൽ 36 വരെയുമുള്ള തിരുവചന ഭാഗങ്ങൾ യാത്രയുടെ സീനായ് മലയിൽ നിന്നുള്ള യാത്രയുടെ പ്രത്യേകിച്ച് ഓർക്കണം, സീനായ് മലയിൽ നിന്നുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവാണ് പ്രധാനമായിട്ടും ഈ വാഗ്ദാന പേടകം. ആദ്യത്തെ യാത്രയിൽ അവരുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർത്താവ് മോശയ്ക്ക് കൊടുത്ത വടിയായിരുന്നുവെങ്കിൽ, രണ്ടാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ അവരുടെ മതജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ യാത്രയുടെ കേന്ദ്ര ബിന്ദു പ്രധാനമായിട്ടും ഈ കർത്താവിൻ്റെ വാഗ്ദാന പേടകമാണ്. എന്താണ് കർത്താവിൻ്റെ വാഗ്ദാന പേടകം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. എങ്കിലും ഈ വചനഭാഗങ്ങളൊക്കെ ധ്യാനിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ദൈവമായ കർത്താവ് മോശയോട് മരുഭൂമിയിൽ വെച്ച് പറയുകയാണ്, സീനായ് മരുഭൂമിയിൽ വെച്ച് പറയുകയാണ്, എൻ്റെ ജനം കൂടാരങ്ങളിലാണ് വസിക്കുന്നത്. അതിനാൽ ഈ ജനത്തിൻ്റെ മധ്യേ വസിക്കാൻ വേണ്ടി നീ എനിക്ക് വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കുക എന്ന് മോശയോട് ദൈവം കൽപ്പിക്കുകയാണ്. ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ജനം കൂടാരങ്ങളിൽ വസിക്കുന്നു, അതിനാൽ അവരുടെ മധ്യേ ബത്തോഹ് എന്ന വാക്കാണ് ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബത്തോഹ്, അതിൻ്റെ അർത്ഥം അതിന് മധ്യേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മധ്യേ, ജനത്തിൻ്റെ മധ്യേ വസിക്കാൻ, നടുഭാഗത്ത് വസിക്കാൻ എനിക്കൊരു കൂടാരം ഉണ്ടാക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതലുള്ള തിരുവചനങ്ങളിൽ ഏദൻ തോട്ടത്തെക്കുറിച്ചുള്ള വിവരണം കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ട്രീ ഓഫ് ലൈഫ്, ജീവൻ്റെ വൃക്ഷം എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നത് ഒരു മനോഹരമായ പദം കൊണ്ടാണ്. ബത്തോഹ് ഹഗേൻ എന്നാണ് പറയുന്നത്. ദ ട്രീ ഓഫ് ലൈഫ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഗാർഡൻ, തോട്ടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ജീവൻ്റെ വൃക്ഷം. അതാണ് ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ചുള്ള സൂചന കൊടുത്തിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ ജീവൻ്റെ വൃക്ഷമുണ്ടാകുന്നത് പോലെ തന്നെ ജനത്തിൻ്റെ സീനായ് മലയുടെ മരുവാരത്തിൽ തമ്പടിച്ചിരിക്കുന്ന, കൂടാരമടിച്ചിരിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാകണം. അതുകൊണ്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റും, ഈ വാഗ്ദാന പേടകവും അതുപോലെ തന്നെ ജീവൻ്റെ വൃക്ഷവും ഒരേ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ജീവൻ്റെ വൃക്ഷമെങ്കിൽ ഇവിടെ വാഗ്ദാന പേടകവും അതേ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതത്തിൻ്റെ നടുവിലാണ് ദൈവ സാന്നിധ്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ ഒരുമയുള്ള വ്യക്തികളാക്കി, ഒരു കൂട്ടായ്മയുടെ അനുഭവമാക്കി ഇവരെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നിൽക്കുക. അപ്പോൾ കൂടാരത്തിൻ്റെ നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ വാഗ്ദാന പേടകത്തെ എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 25 മുതലുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ഒരുക്കേണ്ടത്, അതിൻ്റെ വിശുദ്ധീകരണം എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ കൂടാരത്തിൽ, ഈ വാഗ്ദാന പേടകത്തിനുള്ളിൽ വെക്കേണ്ടത് എന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ കരുതേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ്? ഒന്ന്, കർത്താവിൻ്റെ കൽപ്പനകൾ അടങ്ങിയിരിക്കുന്ന ഫലകങ്ങൾ, കർത്താവിൻ്റെ 10 കൽപ്പനകൾ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കും. 2, മന്ന നിറച്ച പാത്രം. എന്താണ് മന്ന എന്ന്
ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ആ മന്ന എന്ന് പറയുന്നത് ആമേൻ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുക, ഇസ്രായേലിൻ്റെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുക. ആ മന്ന നിറച്ച പാത്രം അത് വയ്ക്കുന്നതിലൂടെ ഒരു ഇസ്രായേൽ ജനതയുടെ വിശ്വാസത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 3, അഹറോൻ്റെ തളിർത്ത വടി പൗരോഹിത്യത്തെയാണ് സൂചിപ്പിക്കുക. അപ്പം ഇവയെല്ലാം വെക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിൽ എങ്ങനെയാണ് ഇത്രയും നാളും അനുഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള സൂചന നമുക്ക് നൽകുന്നുണ്ട്. മന്നായിലൂടെയും വിശ്വാസത്തിലൂടെയും അതുപോലെ തന്നെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെയും പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിലൂടെയുമാണ് സഭയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണുക. ഇത് സൂചിപ്പിക്കാനാണ് വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങൾ വയ്ക്കുന്നത്. ഒന്നുകൂടെ പറയാം, മന്ന അല്ലെങ്കിൽ വിശ്വാസത്തെയും അതുപോലെ തന്നെ കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിലൂടെയും കർത്താവിൻ്റെ പൗരോഹിത്യത്തെ, കർത്താവ് സ്ഥാപിച്ച പൗരോഹിത്യത്തെ ബഹുമാനിക്കുന്നതിലൂടെയുമാണ് ദൈവത്തിൻ്റെ സഭയിൽ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നത്. ഇവയെ നിരാകരിക്കുന്ന ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അവയെല്ലാം ദൈവ സാന്നിധ്യത്തെ നമ്മിൽ നിന്ന് എടുത്തു കളയുന്ന ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതടച്ചു വെക്കും. അതിനു മുമ്പിൽ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വാഗ്ദാന പേടകം അടയ്ക്കും. അതിനു മുമ്പിൽ നിത്യം പ്രകാശം നൽകുന്ന മെനോറ എന്ന് പറയുന്ന ഒരു തിരിക്കാലുകൾ ഉണ്ടാകും. മെനോറയുടെ പ്രത്യേകത 7 തിരിക്കാലുകളാണുള്ളത്. അതിൽ 6 എണ്ണം ഒരുപോലെ ഇരിക്കുന്നു, ഒരെണ്ണം നടുവിലിരിക്കുന്നു, ഒരെണ്ണം ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം 6 ദിവസത്തെ കർത്താവിൻ്റെ ജോലിയെയും 7-ാം ദിവസത്തിൽ കർത്താവിൻ്റെ സാബത്തിനെയുമാണ് സൂചിപ്പിക്കുക. 6 ദിവസം ജോലി ചെയ്യുന്നതെല്ലാം ഒരുപോലെ നിൽക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചു 6 ദിവസത്തിൻ്റെ പ്രത്യേകതകൾ. 1-ാം ദിവസം 4-ാമത്തെ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2-ാം ദിവസം 5-ാമത്തെ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 3-ാം ദിവസം 6-ാമത്തെ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് സൃഷ്ടി നടത്തുന്ന ദിനങ്ങളാണ് ഇവയെല്ലാം. ആ സൃഷ്ടിയുടെ പൂർണ്ണത കർത്താവിനുള്ള ലയനമാണ്. എല്ലാ സൃഷ്ടികളെയും ലയിപ്പിക്കുക, കർത്താവിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ മെനോറ കത്തിച്ചു വെക്കുന്നത്. അതിനുശേഷം വരുന്നത് കാഴ്ചയപ്പങ്ങളാണ്. 12 ഗോത്രങ്ങളുടെ പ്രതീകമായ 12 അപ്പങ്ങൾ 2 സൈഡിലും 6 വീതം 2 സൈഡിലും സ്ഥാപിക്കുന്നതിലൂടെ വാഗ്ദാന പേടകം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നു. അതിനു മുമ്പിൽ വാഗ്ദാന പേടകത്തെ സംരക്ഷിക്കാൻ വേണ്ടി കെരൂബുകൾ നിറഞ്ഞു നിൽക്കുന്നു. ആ കെരൂബുകളാണ് യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ കാണുന്നത്. വാഗ്ദാന ദേശത്തെ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് കെരൂബുകളെ നയിച്ചു. അപ്പോൾ കെരൂബുകൾ, വാഗ്ദാന പേടകത്തിൽ കാണപ്പെടുന്ന കെരൂബുകൾ ഏദൻ തോട്ടത്തിൻ്റെ ജീവിതാവസ്ഥയും ഏദൻ തോട്ടത്തിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഏദൻ തോട്ടത്തിൻ്റെ അതേ അനുഭവത്തെ വഹിച്ചുകൊണ്ട് വേണം ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ. പ്രവേശിക്കുന്നത് ആരാണ്? ഞാൻ നിങ്ങൾക്ക് മുൻപേ പോകും, വാഗ്ദാന ദേശത്തേക്ക് നിങ്ങൾക്ക് മുമ്പേ പോകും. യുദ്ധം ചെയ്യുന്നത് കർത്താവാണ്. കർത്താവ് യുദ്ധം ചെയ്ത് പോകുന്നു. കർത്താവ് പ്രവേശിക്കുന്നതിലൂടെ വാഗ്ദാന ദേശത്തേക്ക് അവർ പ്രവേശിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ സമാപനത്തിലൂടെ സാക്ഷ്യപേടകം ഉണ്ടാക്കുന്നതിലൂടെ തന്നെ അവിടെ ഒരു വാഗ്ദാന ദേശം രൂപപ്പെടുകയാണ്. ദൈവം ജനത്തിന് മധ്യേ നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ ഒരു വാഗ്ദാന ദേശം രൂപപ്പെടുകയാണ്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് കാനാൻ ദേശത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അവിടെയാണ് കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. 10-ാമത്തെ അധ്യായത്തിൻ്റെ 23 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലും ഇതേ 23 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നത് ഈ വാഗ്ദാന പേടകത്തിൻ്റെ പ്രത്യേകതയാണ്. അവർക്ക് ഈ വാഗ്ദാന പേടകത്തിൻ്റെ 33-ാം വാക്യപ്രകാരമാണ് അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. അവർക്കൊരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പേ പോയിരുന്നു.
പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവെ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവർ പ്രാർത്ഥിച്ചു, അവിടുന്ന് ഇസ്രായേലിൻ്റെ 10,000ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും. ഇങ്ങനെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ഇസ്രായേൽ ജനതയെ ദൈവമായ കർത്താവ് നയിച്ചു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അവർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാക്കുന്നത് ദൈവമായ കർത്താവ് തൻ്റെ മഹത്വം ഇസ്രായേലിലേക്ക്, കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള അർത്ഥമാണ്. ബാബിലോൺ പ്രവാസത്തിൽ കിടന്നിരുന്ന ജനതയുടെ ഒപ്പം ദൈവത്തിൻ്റെ മഹത്വം ചരിച്ചിരുന്നു എന്ന് എസക്കിയേൽ പ്രവാചകൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം സീനായ് മലയിൽ നിന്ന് ഇതാ ഇറങ്ങി വാഗ്ദാന ദേശത്തേക്ക്, കർത്താവിൻ്റെ മഹത്വം പേർന്ന വാഗ്ദാന ദേശത്തേക്ക് ഇസ്രായേൽ ജനതയോടൊപ്പം യാത്ര ചെയ്ത് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ എക്സോഡസിൻ്റെ കൾമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി നമ്മൾ കാണുന്നത് ഈ യാത്രയ്ക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായി കാഹളം മുഴക്കുന്ന രംഗത്തെക്കുറിച്ചാണ്. 10-ാമത്തെ അധ്യായം 1 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. എന്തിനാ കാഹളം മുഴക്കുന്നത്? ചില പ്രധാനപ്പെട്ട അവസരങ്ങളിൽ കാഹളം മുഴക്കണമെന്ന് പറയുന്നുണ്ട്. ഒന്നാമതായി യുദ്ധത്തിൻ്റെ സന്നാഹങ്ങൾക്കായി കാഹളം മുഴക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം. വിജയം ആഘോഷിക്കാൻ വേണ്ടി കാഹളം മുഴക്കണം. 1 സാമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കാഹളം മുഴക്കണം. 2 സാമൂവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം 16-ാമത്തെ വാക്യം. ശത്രുവിൻ്റെ ആഗമനം അറിയിക്കാൻ വേണ്ടി കാഹളം മുഴക്കണം. ജെറമിയായുടെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം. സംഖ്യയുടെ ഇസ്രായേലിൻ്റെ ഈ സംഖ്യയുടെ പുസ്തകത്തിൽ ഏതർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്? ഇനി വരാൻ പോകുന്നത് യുദ്ധങ്ങളുടെ കാലഘട്ടമാണ്. അതിനാൽ കാഹളം മുഴക്കി മുന്നോട്ട് പോകേണ്ടത്, യുദ്ധം ചെയ്യാൻ വേണ്ടി ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ളതിൻ്റെ ഉറപ്പ് കിട്ടുന്ന രംഗമാണ് കാഹളം മുഴക്കുന്നതിലൂടെ നമ്മൾ കാണുക. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ കാഹളം മുഴക്കിക്കൊണ്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും കാണുന്നത്. ഇനി ഇവരുടെ യാത്ര വളരെ ശ്രദ്ധേയമാണ്. 1 മുതൽ 10-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിൽ എങ്ങനെയാണ് ഇവർ യാത്ര തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് പറയുന്ന കാഹളം മുഴക്കണമെന്ന് പറയുന്നു. 2-ാമത്തെ രംഗമെന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പുകളായിട്ട് ഇവർ അണിചേരണം. ഇതിൻ്റെ തുടക്കം പറയുന്ന ഇപ്രകാരമാണ്. 11-ാം വാക്യം. 2-ാം വർഷം 2-ാം മാസം 20-ാം ദിവസം സാക്ഷ്യകൂടാരത്തിന് മുകളിൽ നിന്ന് മേഘമുയർന്നു. അപ്പോൾ ഇസ്രായേലിൽ ജനം ഗണങ്ങളായി സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി 14-ാമത്തെ വാക്യം. യൂദാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു. ഇതാണ് 1-ാമത്തെ രംഗമെന്ന് പറയുന്നത്. ഈ യാത്രയ്ക്ക് ഒരു ഗണമായിട്ട് അവർ പുറപ്പെടുകയാണ്. ഓരോ സെക്ഷൻ തിരിച്ചാണ് പതാകയുമേന്തി പുറപ്പെടേണ്ടത്. ഒരു വലിയ പതാകയൊക്കെ കയ്യിലുണ്ട്. ആ പതാകയും പിടിച്ചുകൊണ്ട് ഇവർ യാത്ര ചെയ്യണം. ആരുടെ പിന്നാലെ? ആദ്യം പോകുന്നത് വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകം പോകുന്നതിൻ്റെ കാരണം എന്താണ്? അത് പോകുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. യുദ്ധം ചെയ്ത് കീഴടക്കണം. കർത്താവിൻ്റെ മഹത്വം ജനത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നു. ജനത്തെ വഴി നടത്തുന്നത് കർത്താവിൻ്റെ മഹത്വമാണ്. ഒരു കാലത്തും ഈ മഹത്വം മാറിപ്പോവുകയില്ല. ആ മഹത്വമാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ദേവാലയത്തിലേക്കാണ് ജനം പ്രവേശിക്കേണ്ടത്. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്ന ഭാഗത്തേക്കാണ് ജനം. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയെ പ്രാർത്ഥിക്കുന്നത്. മഹോന്നതനായ കർത്താവെ, ഉന്നതമായ ത്രോണോസിൻ്റെയും സ്തുത്യർഹമായ സിംഹാസനത്തിൻ്റെയും ദൈവമഹത്വം കുടികൊള്ളുന്ന തിരുസന്നിധാനത്തിങ്കൽ നിന്റെ ആരാധകരായ ഞങ്ങൾ അണിചേർന്നിരിക്കുന്നു.
ഒലീസാദ് കങ്ക എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥന ഇതാണ്: നിന്റെ മഹത്വം കുടികൊള്ളുന്ന തിരുസന്നിധാനത്തിങ്കൽ യഹോവന്മാരുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും നിന്നെ സ്തുതിക്കുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും നിനക്ക് സ്തുതികളും കീർത്തനങ്ങളും ആരാധനകളും ഒക്കെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതുപോലെ ഒരു യാത്രയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ ഒരു ഗണങ്ങളായിട്ട് തിരിഞ്ഞുള്ള മറ്റൊരു യാത്ര ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 31-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു. എങ്ങനെയാണ് അവർ പ്രധാനമായിട്ടും ഈ യാത്രയെ മനസ്സിലാക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായത്തിൻ്റെ ഏസാവിനെ കാണാൻ വേണ്ടിയിട്ട് യാക്കോബും മക്കളും പുറപ്പെടുന്ന രംഗമാണ് 33-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ഏസാവിനെ കാണാൻ വേണ്ടി, ഏസാവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ വേണ്ടി യാക്കോബും മക്കളും പുറപ്പെടുന്ന രംഗം. എങ്ങനെയാണ് ഏസാവുമായിട്ട് അനുരഞ്ജനപ്പെടുന്നത്? അതായത് യാക്കോബ് തൻ്റെ മക്കളെ ഓരോരുത്തരെയും ഗണങ്ങളായിട്ട് തിരിച്ചു. ആദ്യം ഉപനാരികളുടെ മക്കളുടെ ഗണം, ദാൻ ഗോത്രക്കാരെയും അഷേർ ഗോത്രക്കാരെയും അതുപോലെ തന്നെ ഗാദിനെയും അതുപോലെ തന്നെ ഇസാക്കറിനെയും ഒക്കെ ഒന്നിച്ചു നിർത്തി. അതിനുശേഷം ലേയായുടെ മക്കളുടെ ഗണങ്ങൾ കടന്നു വരുന്നു. ലേയായുടെ മക്കൾ റൂബനെ വിളിക്കുന്നു, ശിമിയോനെ വിളിക്കുന്നു, ലേവിയെ വിളിക്കുന്നു, സെബൂലൂനെ വിളിക്കുന്നു, ഇസാക്കറിനെ വിളിക്കുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം ഈ റാഹേലിൻ്റെ മകനായ ജോസഫിനെ വിളിക്കുന്നു. അങ്ങനെ അതിനുശേഷമാണ് യാക്കോബ് പോകുന്നത്. യാക്കോബ് പോകുന്നത് ജൂദായുടെയും ജോസഫിൻ്റെയും ഒക്കെ അടുത്താണ് പോകുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്താണ് ഏസാവിനെ കാണുന്നത്. എന്നാൽ ഇവിടെ കാണുന്ന യാത്ര നേരെ തിരിച്ചാണ്. ഏറ്റവും ആദ്യം പോകുന്നത് വാഗ്ദാന പേടകമായതിനാൽ ആ വാഗ്ദാന പേടകത്തിൻ്റെ കൂടെ അനുയാത്ര ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ജൂദാഗോത്രമാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്നത് 14-ാമത്തെ വാക്യം, ജൂദാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ജൂദാഗോത്രത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് വീണ്ടും നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്നത്. ദേവാലയത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ കാവൽക്കാരനുമായിട്ട് നിൽക്കുന്നത് ജൂദാഗോത്രമായതിനാലാണ് ജൂദാഗോത്രത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി ഈ യാത്രയിൽ വാഗ്ദാന പേടകത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ അവരെ നിയോഗിക്കുന്നത്. അതിനുശേഷമാണ് മറ്റു ഗോത്രങ്ങളെല്ലാം കടന്നു വരുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പിൽക്കാലങ്ങളിൽ ജൂദാഗോത്രത്തിന് കിട്ടുന്ന വലിയ അവകാശത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 49:10 പറയും, ചെങ്കോൽ യൂദയായെ വിട്ടുപോവുകയില്ല, അവൻ്റെ അധികാരി വരുന്നതുവരെ അത് നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജൂദാഗോത്രത്തിന് കിട്ടുന്ന എല്ലാ സമൃദ്ധിയെയും അനുഗ്രഹത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുക. ഇപ്രകാരം ജൂദാഗോത്രത്തിന് ദേവാലയത്തോടുള്ള ബന്ധത്തിൽ അതുപോലെ സാമൂഹലിൻ്റെ 2-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ദാവീദ് രാജാവിന് കൊടുക്കുന്ന വാഗ്ദാനം പറയുന്ന പോലെ ഇപ്രകാരമാണ്: നിന്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നിന്നിൽ നിന്ന് ഒരു പുത്രനെ ഞാൻ കിട്ടും, ആ പുത്രൻ രാജ്യത്തെ ഞാൻ സ്ഥാപിക്കും, അവൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും, ഞാൻ അവന് പിതാവും അവന് എനിക്ക് പുത്രനുമായിരിക്കും, അവൻ്റെ രാജ്യം എന്നേക്കും സുസ്ഥിരമായിരിക്കും. ഈ വാഗ്ദാനം, ദേവാലയവുമായിട്ടുള്ള ബന്ധപ്പെട്ട വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം ജൂദ എന്ന് പറയുന്ന ഗോത്രത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നതിനാലാണ് യഥാർത്ഥത്തിൽ ജൂദാഗോത്രത്തെ ഈ വാഗ്ദാന പേടകത്തിൻ്റെ കൂടെ യാത്രയാക്കുന്നത്. ഇപ്രകാരം ഓരോ ഗോത്രങ്ങളും അതിന് പിന്നാലെ പോയിക്കൊണ്ട് വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ഒരു ലിറ്റർജിക്കൽ പ്രൊസഷനായിട്ട് കാണാൻ പറ്റും. നമുക്കതുകൊണ്ട് ഈ ലിറ്റർജിക്കൽ പ്രൊസഷനിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ പേടകം നമുക്ക് മുൻപേ പോകണം. നമ്മൾ കാണേണ്ടത് കർത്താവിൻ്റെ പേടകത്തിൽ നിന്നുയരുന്ന മേഘമാണ്. അത് കാണുമ്പോഴാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുക. ഓരോ ജീവിതയാത്രയും കർത്താവിൻ്റെ പേടകത്തിൽ നിന്ന് പുറപ്പെടുന്ന മേഘച്ചുരുളുകൾ കണ്ട് ജീവിതത്തിൽ ദൈവത്തെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.